ഭയം, ഭക്തി, ബഹുമാനം കണ്ടിറങ്ങിയതുള്ളൂ. ഇപ്പം ടൈം 2:46 രാത്രി 12 മണിക്കുള്ള ഷോയ്ക്ക് കയറിയതാണ്. ഒരു കോമഡി ഷോ കണ്ട രീതിയിലേ എനിക്ക് പടം പറയത്തുള്ളൂ. ഒരു കോമഡി ഷോ, കോമഡി കണ്ട കണക്ക് നിങ്ങൾ കണ്ടപ്പോഴും മനസ്സിലായി കാണും. കണ്ടവർക്ക് നല്ലൊരു കത്തി കാണും എങ്ങനെ എന്താണെന്ന്. ഇത് ഒരു ചളുപ്പ് കുറേ സിനിമേര ഇതും അവർ പറഞ്ഞ് ലോജിക്കില്ല, ഒന്നുമില്ല. നമ്മൾ ലോജിക്കൊന്നും നോക്കുന്നില്ല, പടത്തിൻ്റെ ലോജിക്ക് വേണ്ട, ഒന്നും വേണ്ട, നമ്മൾ ലോജിക്കൊന്നും നോക്കണില്ല. കഥ എങ്ങനെ പോട്ടെ. പക്ഷേ ആ എടുത്തു വയ്ക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ പടത്തിന്, ലോജിക്കൊന്നും വേണ്ട, ചുമ്മാ കണ്ടിരിക്കുക, അടിച്ച് പൊളിക്കുക, അങ്ങനത്തെ. ഇതങ്ങനെ പോലും ഇല്ല. മ്യൂസിക്കൊക്കെ അങ്ങ് അറ്റം. എനിക്ക് ഓർത്തിരിക്കാൻ പറ്റിയൊരു മ്യൂസിക് പോലും ഇതിനകത്തില്ല. കൈരളി സിനിമയില് അതാ കൈരളി സിനിമയിൽ കൈരളി ടിവിയില് ഡബ്ബിംഗ് സിനിമ അതങ്ങനെ ഉണ്ടാക്കിങ്ങനെ ഇരിക്കും. അത് കണക്കാണ് ഇത് കണ്ട് എനിക്ക് തോന്നിയത്. അത്രയും സെറ്റപ്പ് തന്നെ. ഇറങ്ങി പോവാൻ തോന്നി. പിന്നെ നമ്മളടുത്ത് നാളെ ഉറങ്ങുകയാണ് ഒരാള്. എന്ത് കാരണം തുടങ്ങിയിട്ട് എത്ര മിനിറ്റായി കാണും? 10 മിനിറ്റായി അങ്ങനെ ഉറങ്ങി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞെട്ടി കൊണ്ടിരുന്നുണ്ട്. അത് എന്തോ ഒരു ബഹളം, തോക്കിൻ്റെ ബഹളം കേൾക്കുമ്പോൾ നടക്കുന്നുണ്ട്. പടത്തിൽ എന്തൊക്കെ കൊണ്ടുവന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് കൊണ്ടുവരും, ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് ചിരിക്കാനുള്ള വരും, ഇടയ്ക്കിടയ്ക്ക് ഓരോ സാധനങ്ങൾ വരും. അപ്പോഴൊക്കെ നമ്മൾ ചിരിക്കും. ഇതിലൊരു ഡയലോഗ് വരും. അപ്പം പിന്നെ ഇതാ വേറെ അങ്ങോട്ടാ കയറിപ്പോവും. ലോജിക്ക് വേണ്ട പോട്ട്. പക്ഷെ പടത്തിനൊരു ചെറിയൊരു കൊടുക്കാലോ എന്താണെന്നുള്ളത്. പക്ഷെ അതുപോലും വർക്കായിട്ടില്ല. പടം എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തോ എല്ലാ സിനിമയിലും ഇപ്പം നമ്മൾ കണ്ട കണക്ക് മോൺസ്റ്റർ, ആറാട്ടിലൊക്കെ മോഹൻലാലിനെ കൊണ്ടുവന്നിട്ട് എങ്ങനെയായിരുന്നു, അതുപോലെ മോഹൻലാലിൻ്റെ സിനിമേരെ തന്നെ മോഹൻലാലിനെ കൊണ്ടുവന്ന് ചെയ്യിപ്പിക്കുന്നു. അത് എന്തോ അത് കഴിഞ്ഞില്ലേ. അതാണ് മോഹൻലാലിൻ്റെ സിനിമയിലെ കാര്യങ്ങൾ മോഹൻലാലിനെ കൊണ്ടുവന്ന് ചെയ്യിപ്പിക്കുന്നു. അതാണ് ഏറ്റവും വലിയ. അല്ലാതെ സാധാരണ രീതിയിൽ എടുത്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നെനിക്ക് പറയാനുള്ളൂ. ഡയലോഗുകൾ വലിച്ചു നീട്ടിപ്പോവും. മാസ് ഡയലോഗ് വരുമ്പോൾ ഒരു ചിരിയാണ് പറഞ്ഞത്. നമുക്ക് മാസ് ഡയലോഗ് വരുമ്പോൾ ഒരു ഇതൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ അതൊരു കഥയൊന്നും വേണ്ട, അടിച്ച് പൊളിക്ക് ഓരോ സീനുകൾ അങ്ങനെ പറയാൻ പോലും ഇല്ല. കാണാം, തിയേറ്ററിൽ പോയി ചുമ്മാ പോയി കണ്ട് അങ്ങ് തീർക്കാം, അത്ര തന്നെ. അല്ലാതെ കുഴപ്പമില്ല. പണം ഒരു തവണ കാണാം, ഒരു തവണ കണ്ട് ഇറങ്ങാം.